السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് നടത്തിയ ദുആ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി അല്ലേ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, അതേപോലെ തന്നെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ നമ്മൾ പറഞ്ഞു. പ്രവാചകന്മാരുടെ ദുആക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. നാം പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ ജീവിതത്തിനിടയിൽ അവർ അള്ളാഹുവിനോട് നടത്തിയ ചില ദുആക്കളും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം നമ്മെ എടുത്ത് പഠിപ്പിക്കണമെങ്കിൽ ആ ദുആക്ക് പ്രത്യേകതയുണ്ട്. ആ ദുആ നടത്തിയ പ്രവാചകന്റെ ആ അവസ്ഥക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ കേവലം ഒരു ചരിത്രം പറയുക അല്ലെങ്കിൽ ചരിത്രം പഠിപ്പിക്കുക, ഒരു കഥ പറഞ്ഞുതരിക എന്നതല്ല പ്രവാചക ചരിത്രത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ജീവിതത്തിൻ്റെ വിശാലമായ ചരിത്രത്തിൽ നിന്നും വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളെ അടർത്തിയെടുത്താണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന മാനവ ലോകത്തിന് മാർഗദർശനമായ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ചത്. അപ്പം അതിലൂടെ അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു പ്രവാചക ചരിത്രത്തിലൂടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞു. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിനോട് ദുആ ചെയ്ത ആ ദുആ പ്രയാസം മാറ്റാൻ അല്ലേ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, റബ്ബി അള്ളാഹു എനിക്കൊരു പ്രയാസം ബാധിച്ചു. ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹു എനിക്കൊരു പ്രയാസം ബാധിച്ചിരിക്കുകയാണ്, നീയാണ് കരുണയുള്ളവൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണ കാണിക്കുന്നവൻ നീയാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ. ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ മറുപടി, ഞാൻ അയ്യൂബിൻ്റെ ദുആ കേട്ടു, അയ്യൂബിന് മറുപടി കൊടുത്തു. 2000-നപ്പുറം യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ. യൂനുസ് നബിയും ഇതേപോലെ ഒരു പ്രവാചകൻ, ദഅവത്ത് അല്ലാഹു ഏൽപ്പിച്ചൊരു പ്രവാചകൻ, ആ ജീവിതത്തിനിടയിൽ സംഭവിച്ചൊരു സംഭവവും യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെട്ട ആ ഒരു പ്രയാസവും അള്ളാഹു എടുത്തു പറഞ്ഞ് യൂനുസ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ദുലുമാത് അല്ലേ, നമ്മൾ വിശദീകരിച്ചു. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് നിന്ന് യൂനുസ് ചെയ്ത ദുആ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അവന് ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ആ ദുആന്റെ പ്രാധാന്യമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവെ ആരാധനക്കർഹനായിട്ട്
ഇബാദത്ത് ചെയ്യാൻ, കാര്യങ്ങൾ ഇടപെടിപ്പിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല അല്ലാഹുവേ. അല്ല, എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുന്നൊരവസ്ഥ, വേറെ ആരുമില്ലാത്തൊരവസ്ഥ. സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ എല്ലാ ഐബിൽ നിന്നും, എല്ലാ ന്യൂനതയിൽ നിന്നും മുക്തനാണ്. ഉറക്കമില്ലാത്തവൻ, ക്ഷീണമില്ലാത്തവൻ, അശക്ത ഇല്ലാത്തവൻ, എല്ലാത്തിൽ നിന്നും മുക്തനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയി അല്ലാഹുവേ, ഞാനൊരു പ്രയാസം, ഞാനൊരു തെറ്റ് ചെയ്തു പോയി അല്ലാഹുവേ, ഞാൻ അക്രമിയായിപ്പോയി. അള്ളാഹുവിൻ്റെ മുമ്പിൽ യൂനുസ് ആകുന്ന പ്രവാചകൻ, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച ദുആ, ആ വാക്കുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, റുബൂബിയത്ത് അള്ളാഹുക്ക് മുമ്പിൽ വെക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ദുആക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അവർ വെച്ചിട്ടുണ്ട്. റബ്ബ്, റബ്ബന, റബ്ബേ എന്ന് വിളിച്ചാണ് എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്യുന്നത്. ഓരോ പ്രവാചകന്മാരുടെ ദുആ എടുത്ത് പരിശോധിച്ചാൽ റബ്ബന, റബ്ബേ. ആരാണ് റബ്ബ്? ആരാണ് റബ്ബ്? അല്ലേ? 3 ക്വാളിഫിക്കേഷനുള്ള ആളാണ് റബ്ബ്. അവർക്കേ റബ്ബാവാൻ കഴിയുള്ളൂ. 3 അവസ്ഥകൾ. ഒന്ന്, ഖാലിഖാവണം, ഖാലിഖാവണം, സൃഷ്ടാവണം. സൃഷ്ടാവിന് മാത്രമേ റബ്ബാവാൻ കഴിയൂ. ഖാലിഖാവണം, ഖൽഖിയത്ത്. രണ്ടാമത്തത് മാലിക്കാവണം, മാലിക്കാവണം, സൃഷ്ടിച്ചതിനെ ഉടമപ്പെടുത്തിയവൻ, സൃഷ്ടിച്ചതിനെ ഉടമപ്പെടുത്തിയവൻ. ഭൂമി ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള മതങ്ങളുണ്ടോ, ഇസങ്ങളുണ്ടോ, പ്രത്യാശാസ്ത്രങ്ങളുണ്ടോ, ആരൊക്കെയുണ്ടോ, ആരും തന്നെ അവർ ആരാധിച്ചു പോരുന്ന ഏതെങ്കിലും ഒരു ഇലാഹിനെ കുറിച്ചോ, അവർ ആരാധിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ദേവിയെക്കുറിച്ചോ ദേവനെക്കുറിച്ചോ ആരും തന്നെ ഇവരാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നാൽ ഉണ്ടായതാണെന്ന് പറയാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ ആ ഒരു മതവും നമ്മളുടെ മതത്തിൽ നമ്മൾ വിളിച്ചു തേടുന്ന ഇന്ന ആളുകളാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ആരും പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് കഴിയൂല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്ന ആളുകൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിച്ചെത്തിയാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെ എത്തും, അതിന് മുമ്പോട്ട്. അപ്പോൾ അവർക്ക് ഖാലിഖാണെന്ന് സമർത്ഥിക്കാൻ ഒരിക്കലും കഴിയില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതാണ്, വളർന്നതാണ് എന്നറിയുന്നവർക്ക് ഒരിക്കലും ഖൽഖിയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ വാദിക്കാൻ കഴിയില്ല. മറ്റേത് മതം എടുത്ത് പരിശോധിച്ചാലും, മിസങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, പ്രത്യാശാസ്ത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആരും തന്നെ ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ഇന്ന ആളാണ് എന്നൊരാളിലേക്ക് സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നാം തീർത്തു പറയുന്നു, അത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ഖാലിഖ് അല്ലാഹു മാത്രമാണെന്ന് ഏതൊരാളും ഉറപ്പിച്ച് പറയത്തക്ക അവൻ്റെ മുമ്പിൽ തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും. രണ്ടാമത്തേത് മാലിക്. ആരാണോ ഖാലിഖായത് അവന് മാത്രമേ മാലിക്കാവാൻ പറ്റൂ. ആരാണോ നിർമ്മിച്ചത് അവന് മാത്രമേ അതിനെ ഉടമപ്പെടുത്താനുള്ള അവകാശമുള്ളൂ. ഭൂമിയുടെ നിയമവും അതാണ്. ആരാണോ അതിനുണ്ടാക്കിയത്, ആരാണ് അതിനെ വാങ്ങിയത്, അവനാണ് അതിൻ്റെ ഉടമ. അവനാണ് അതിൻ്റെ ഉടമ. വീടുണ്ടാക്കിയവൻ, അതിൻ്റെ മുതലാളി, അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ. അവനാണ്. അപ്പൊ ആകാശം സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഭൂമി സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള സർവസ്വത്തിൻ്റെയും ഖാലിഖ് അല്ലാഹുവാണെന്ന് ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ നിർബന്ധമാണ് മാലിക്കും അല്ലാഹുവാണെന്ന് അംഗീകരിക്കാൻ. അല്ലെ, ഇതൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, പക്ഷെ ഇതിൻ്റെ ഉടമസ്ഥൻ അല്ലല്ല എന്ന് പറയാൻ കഴിയില്ല. 2. മൂന്നാമത്തത് മുദബ്ബിർ അല്ലാഹുവാണ്. നിയന്ത്രണാവകാശം അല്ലാഹുള്ളതാണ് പൂർണ്ണമായിട്ടും. എന്തുകൊണ്ട്? ഖാലിഖ് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചവന്, മാലിക്കും അല്ലാഹുവാണെന്ന് അംഗീകരിച്ചവന് മുദബ്ബിർ അല്ലാഹുവാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ല. സൃഷ്ടിച്ചതും അല്ല, അതിൻ്റെ ഉടമയും അല്ല, പക്ഷെ നിയന്ത്രിക്കുന്നത് വേറെ ആരൊക്കെയാണ്. അല്ലെ, അങ്ങനെ പറയുന്നത് തന്നെ പൊട്ടത്തരാണ്. അല്ലെ, ഇന്ന് മടവൂരാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. കാരണം സൃഷ്ടിച്ചവനും ഉടമപ്പെടുത്തിയവൻ ഏതൊരുവനാണോ അവന് മാത്രമുള്ളതാണ് അതിൻ്റെ നിയന്ത്രണാവകാശം. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ഭൂമിയാകട്ടെ, ആകാശമാവട്ടെ, കടലാവട്ടെ, തിരയാവട്ടെ തുടങ്ങി എന്തൊക്കെയുണ്ടോ സർവസ്വവും നിയന്ത്രിക്കുന്നവൻ
മനുഷ്യന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നവൻ, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, എല്ലാം അള്ളാഹുവിനാണ്. ഇതാണ് റബ്ബ്. ഈ 3 ക്വാളിഫിക്കേഷൻ ആർക്കുണ്ടോ അവനാണ് റബ്ബ്. അപ്പോൾ പ്രവാചകന്മാരൊക്കെ ഇത് 3 അല്ല, ഇത് ഈ റബ്ബ് ആരാണ് എന്ന് ഈ അർത്ഥത്തിൽ പഠിച്ചാലേ ആ വിളിക്കും പ്രസക്തിയുള്ളൂ, അല്ലേ? റബ്ബന, എൻ്റെ റബ്ബേ എന്ന് വിളിക്കുമ്പം വെറുതെ ഒരു വാക്കാണെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല. ഇതറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നാമത്തെ ഇൽമ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹിനെ കുറിച്ച് പഠിക്കണം. മഅരിഫത്തുൽ അബ്ദി റബ്ബ്. ഒന്നാമത്തെ ഇൽമ് മഅരിഫത്തുൽ അബ്ദി റബ്ബ്, അടിമ ഉടമയെ പഠിക്കലാണ്. ഒന്നാമത്തെ ഇൽമ് അത്. അള്ളാഹിനെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം, വ്യക്തമായിട്ട് അള്ളാഹിനെ പഠിക്കണം. പ്രവാചകന്മാർ അള്ളാഹുമായി ഇടപെട്ട ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോഴും ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉപയോഗിച്ച അൽഫാദുകൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ആ പ്രവാചകൻ ഉദ്ദേശിച്ചത്? മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉപയോഗിച്ച വാക്കുകൾ, ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ സുബ്ഹാനക്, അല്ലേ? ഈ രണ്ടിലും വിശാലമായ അർത്ഥങ്ങൾ കിടക്കാണ്, വിശാലമായ അർത്ഥങ്ങൾ കിടക്കാണ്. ഇതിന്റെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടൊരുത്തം പറഞ്ഞാൽ അവന്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിനും ഒരു സ്ഥാനവുമില്ല എന്ന് ബോധ്യപ്പെടുത്താണ് ഈ വാക്കുകൾ. ഒന്നുമില്ല, അള്ളാഹ് എല്ലാം നീയാണ് എന്ന ബോധ്യപ്പെടുത്തലാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അള്ളാഹുവേ എനിക്കൊരു അവകാശവാദമില്ല, ഞാനൊന്നുമല്ല, ഞാൻ തെറ്റുകാരൻ മാത്രമാണ്, ഞാൻ അപരാധിയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു അവകാശവാദവും ഇല്ല. ആ രൂപത്തിലാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. അപ്പൊ അള്ളാഹുവിനെ പഠിക്കുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളെ പഠിക്കുമ്പോഴാണ് നമുക്ക് ദുആകളിൽ ദുആ ചെയ്യുമ്പോൾ ആ ദുആ പ്രവാചകന്മാർ ചെയ്തതിൻ്റെ ആ വിശാലമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനോട് പ്രവാചകന്മാർ ദുആ ചെയ്തതിൽ അവർ റുബൂബിയ്യത്തിന് ഉൾപ്പെടുത്തി. അപ്പം യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി അള്ളാഹു ഒരുക്കിയെടുത്തൊരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കറിയാം, വിശാലമായ ചരിത്രമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമാണ്. തൗഹീദി രംഗത്ത് വിപ്ലവ പോരാളിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തുല്യതയില്ലാത്ത പോരാളി. തൗഹീദിന് വേണ്ടി രാവും പകലും അത് ആരെന്നില്ല, എപ്പോഴെന്നില്ല, എന്തെന്നില്ല ഉടമസ്ഥനായ അള്ളാഹുവിനെ ഉമ്മത്തിനെ പഠിപ്പിക്കാനും അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഈ ഭൂമിയിൽ സംസ്ഥാപനം നടത്താനും പരിശ്രമിച്ചൊരു പ്രവാചകൻ, അല്ലെ? അള്ളാഹു ആ രൂപത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വാചാലമായി പരിശുദ്ധ ഖുർആനിൽ. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഉമ്മത്തൊരിക്കലും മറക്കരുത് എന്ന രൂപത്തിൽ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അങ്ങ് നിലനിർത്തി. മക്ക കൊണ്ടും ഹജ്ജ് കൊണ്ടും ബലിപെരുന്നാൾ കൊണ്ടും എല്ലാം ഒരാൾക്ക് മറക്കാനേ കഴിയില്ല. നിങ്ങൾ ഇബ്രാഹിമിനെ അങ്ങനെ മറക്കരുത് എന്ന നിർബന്ധം അള്ളാഹു ആ രീതിയിലാക്കി മാറ്റി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, അല്ലേ? ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആകളുണ്ട് ഖുർആനിൽ, നമ്മൾ പഠിക്കണം, പ്രത്യേകം പഠിക്കണം. നാം ഇത് പറയുന്നത് മുവഹ്ഹിദീങ്ങളായ പ്രവാചകന്മാരുടെ ദുആകൾ പഠിക്കണം, ആ അൽഫാദുകൾ പഠിക്കണം, ആ അൽഫാദുകളെ കുറിച്ച് ഗഹനമായി ചിന്തിക്കണം, അതിനെക്കുറിച്ച് വിശാലമായിട്ട് അറിയണം, അല്ലെ? ഒരു നബി വെറുതെ അങ്ങ് ദുആ ചെയ്യൂല, അല്ലെ? ഒരു പ്രവാചകൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആകൾ പ്രത്യേകം പഠിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലെ? അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം, അത് എങ്ങനെ ചോദിക്കണം, അത് ഏത് രൂപത്തിൽ ചോദിക്കണം എന്ന് ഏറ്റവും അറിയുന്നവർ പ്രവാചകന്മാരാണ്, അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ദുആ ചെയ്യുന്നതിന് പകരം, നമ്മളായിട്ട് എന്തെങ്കിലും അറബിയിൽ ഉണ്ടാക്കിയിട്ട് ദുആ ചെയ്യുന്നതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ദുആകൾ അത് പറയണം, പഠിക്കണം. കുറച്ച് സമയം എടുത്താൽ ഓരോരോ ദുആകൾ നമുക്ക് പഠിക്കാം. നമുക്ക് തഹജ്ജുദിന് സുജൂദിൽ ദുആ ചെയ്യാം. റമദാനുകളിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുള്ള സമയങ്ങളാണ് ദുആ ചെയ്യാൻ. പലർക്കും അറിയില്ല. അപ്പോഴാണ് ഫത്വ ചോദിക്കുക. അതെ, നമുക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റുമോ? ഒരു വർഷം മുഴുവനും കിടക്കുക റമദാനിലേക്ക്.
അവസാന റമദാനിൽ എത്തുമ്പോൾ, അവസാനത്തെ 10 ചോദ്യങ്ങൾ വരിക. നമുക്ക് മലയാളത്തിൽ ചോദിച്ചാൽ ആ സമയം എത്തുമ്പം അള്ളാഹുവിനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് ഹൃദയം ഇങ്ങനെ വെമ്പാണ്. ചോദിക്കാനൊന്നുമില്ല, എന്താ ചോദിക്കുക? മലയാളത്തിൽ പോലും ദുആ ചെയ്യാൻ അറിയാത്തവർ, മലയാളത്തിൽ പോലും അള്ളാഹുവിനോട് എന്ത് ചോദിക്കണമെന്നറിയാത്തവർ. അറിയില്ലെങ്കിൽ പിന്നെ കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അലസത വരും അല്ലേ? പഠിക്കണം പ്രവാചകന്മാരുടെ ദുആ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ത്യാഗം നിറഞ്ഞ ജീവിതത്തിനിടയിൽ അള്ളാഹുവിനോട് ചോദിച്ച ചില ദുആകൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുക. വെറുതെ പഠിപ്പിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ജീവിച്ചതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യല്ല. നോക്കിയേ, ഇബ്രാഹിം ചെയ്ത ദുആകൾ നമ്മളും ചെയ്യാൻ, നമ്മളും അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ദുആകൾ, അത് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നതാണ്. ഒന്നാമത്തേത് എന്താണ് നമുക്ക് പറയേണ്ട? ഒന്നാമത്തെ ദുആ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അതൊരു കുടുംബപരമാണ്. ഒരു കുടുംബപരമാണ്. ദഅവാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ജീവിതവും ആദർശവും ഒരു കുടുംബം കണക്കെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു ആദർശ കുടുംബമാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയിലെല്ലാം ഇബ്രാഹിം നബി മക്കളെ ഉൾപ്പെടുത്തി, കുടുംബത്തെ ഉൾപ്പെടുത്തി, ആ കുടുംബം ജീവിക്കുന്ന നാടിനെ ഉൾപ്പെടുത്തി അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആണ് മക്കൾക്ക് വേണ്ടി. അല്ലാഹുവേ, എൻ്റെ മക്കളിൽ ചിലരെ ഞാനിതാ കൃഷിയില്ലാത്ത, സസ്യങ്ങളില്ലാത്ത, ഒന്നുമില്ലാത്ത നാട്ടിലേക്ക് ഞാനല്ലാ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹുവേ, ജനങ്ങളുടെ മനസ്സ് നീ ഇവരിലേക്ക് ഇണക്കണേ അല്ലാ. ആലോചിച്ച് മക്കൾക്കും ഭാര്യക്കും വേണ്ടി ദുആ ചെയ്യാണ് ഇബ്രാഹിം നബി. ലിയുഖീമസ്, അല്ലാഹുവേ ഞാൻ എന്തിനാ ഇങ്ങനെ കൊണ്ടാക്കിയത്? പരിശുദ്ധമായ മക്കയിൽ അല്ലാഹുവേ നീ പറഞ്ഞ ആ കൊണ്ടാക്കി എന്തിനാണ്? അവർ നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ. ഇബ്രാഹിമിന്റെ ദുആ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നിന്റെ ഭവനത്തിന് മുമ്പിലിതാ ഞാൻ എൻ്റെ മക്കളെയൊക്കെ കൊണ്ടുവന്നാക്കി. ഒരു കൃഷിയുമില്ല, ഒന്നുമില്ല, തിന്നാനും കുടിക്കാനും ഒന്നുമില്ല, ആരുമില്ലാത്ത ഈ മരുക്കാട്ടിലല്ല ഞാൻ കൊണ്ടുവന്നാക്കിയതാണ്. എന്തിനാണെന്നറിയാം അല്ലാഹുവേ ഞാൻ കൊണ്ടുവന്നാക്കിയത്? ഇവർ നിസ്കാരക്കാരാവാൻ. ഇബ്രാഹിം ദുആ ചെയ്യണം, അല്ലാഹുവേ വജഅൽ അഫ്ഇദതൻ, അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയത്തെ നീ ഇവരിലേക്ക് ഇണക്കണേ അല്ലാ. അത് ഇണക്കിയില്ലേ അല്ലേ? എങ്ങനെങ്കിലും മക്കത്തെത്താൻ നോക്കണല്ലേ? എത്ര പൈസ ചെലവാക്കിയാൽ മക്കത്തെത്താൻ നോക്കണം. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ പൈസ പെൻഡിങ് കിടക്കാണ് ഇപ്പോൾ അല്ലേ? കുടുങ്ങിപ്പോയി പലരും. അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ആഗ്രഹിക്കണം മക്കത്തെത്തണം. അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആ രൂപത്തിൽ അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കബൂലാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, റബ്ബി ജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും അസ്നാമുകളെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നീ രക്ഷിക്കണേ അല്ലാ. ജ്നുബ്നി ഉമർ പറഞ്ഞു, അത് അല്ലാഹുവേ നീ വിദൂരമാക്കണേ, അതിൻ്റെ അടുത്തേക്ക് എൻ്റെ കുടുംബത്തെ നീ അടുപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്നെയല്ലാതെ വിളിക്കുന്ന, നിന്നോടല്ലാതെ ആവശ്യങ്ങൾ പറയുന്ന, പ്രശ്നങ്ങൾ പറയുന്ന, നിന്നിലേക്കല്ലാതെ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആളുകൾ ആക്കി മാറ്റണേ അല്ലാ മക്കളെ. അതല്ലാത്തവരാക്കില്ല അല്ലാ, അതിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാഹുവേ. നീ അല്ലാത്തവരെ വിളിച്ച് തേടുന്നവരിലേക്ക് അടുപ്പിക്കല്ലേ. ജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. മക്കളുടെ വിഷയത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന പ്രത്യേകമായ ദുആ, അല്ലാഹുവേ എൻ്റെ മക്കളെ, നമ്മുടെ നാട് ഷിർക്ക് തളങ്കെട്ടി അല്ലേ? ആ ഒരു തഴച്ചു വളരാണ് ഷിർക്ക്. ഇതിനിടയിൽ നമ്മളെ മക്കളും വളരാണ്. മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, എല്ലാം ഉഷാറാണ്. ഏത് ബാപ്പാക്ക ഒരു ആശങ്കയുള്ളത്? അല്ലാഹുവേ, എൻ്റെ മോൻ കുറച്ച് കഴിഞ്ഞാൽ മനസ്സെങ്ങാനും മാറി നീ അല്ലാത്ത ആളുകളിലേക്ക്, നീ അല്ലാത്ത ശക്തികളിലേക്ക്, അല്ലെങ്കിൽ ജാറങ്ങളിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാവോ എന്ന് ആശങ്കപ്പെടുന്ന ബാപ്പന്മാരെത്രയുള്ള? ഇബ്രാഹിം നബി ആശങ്കപ്പെട്ടു. ഇബ്രാഹിം നബിൻ്റെ ബേജാറിൽ ഒന്നതാണ്, റബ്ബി ജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. അല്ലാഹുവേ, ഈ അസ്നാമുകൾ, ഈ ജാറങ്ങൾ ഒരുപാട് ആളുകളെ തെറ്റിച്ചു അല്ലാഹ്. മുസ്ലിങ്ങൾ വിശദീകരിച്ചു, അസ്നാമുകളെ കുറിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്.
ഒരുപാട് ആളുകളെ തെറ്റിച്ചു അല്ലാ, അതുകൊണ്ട് എന്നെയും എൻ്റെ മക്കളെയും ഇതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. നമ്മൾ ദുആ ചെയ്യണം നമ്മളെ മക്കൾക്ക്. നമ്മളിങ്ങനെ അങ്ങനെ ജീവിക്കുകയാണ്, നമ്മുടെ കുടുംബമൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ട് എല്ലാവരും ഓക്കെയാണ്. എപ്പോഴാണ് തെറ്റിപ്പോവാന്നുള്ളത് നമുക്കറിയില്ല. ബാക്കിയെല്ലാം ഒക്കെ ആയിരിക്കും, അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആശ്രയിക്കുന്ന, അള്ളാഹു അല്ലാത്തതിനെ ഇഅ്തിമാദ് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തകളിലേക്ക് ആ കാര്യങ്ങൾ പറയുന്ന ഒരാളാവുക നമ്മുടെ മക്കൾ, അതിനേക്കാൾ വലിയ ദുരന്തം പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കൾക്ക് വരാറില്ല. മോന് വേറെ പ്രശ്നമൊന്നുമില്ല, ആളുഷാറാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കി പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് ഓന് അപ്പുറത്തെ ടീമിലാണ്, അല്ലെങ്കിൽ ജാറത്തിനൊക്കെ ചെറുതായിട്ട് പോകും. ബാക്കിയെല്ലാം ഓക്കെയാണ്, ബാക്കിയെല്ലാം ആൾ ഓക്കെയാണ്. പക്ഷെ ജാറത്തിലേക്കൊക്കെ അല്ല, അള്ളാഹു അല്ലാത്ത ആളുകളെയൊക്കെ ചിലപ്പോൾ അല്ലെ നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ടാണ് അത് പറയുക, ചെറുത്. അതിനേക്കാൾ വലിയ അപകടമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ജുനൂബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലൊരു ദുആ നടത്തിയ അവസാന സമയത്ത്, റബ്ബ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. നബിതങ്ങളുടെ ദുആ, നബിതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത ദുആ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആക്കല്ലേ, വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കല്ലേ. എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വനമുകളെ കുറിച്ച് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസനിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് മൽ ഫർഖു ബൈനൽ സ്വനമി വൽ വസൻ? അസ്നാം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അസ്നാം എന്ന് പറഞ്ഞാൽ മാ ലഹു സൂറ, രൂപമുള്ളതിനാണ് സ്വനമുകൾ എന്ന് പറയാം. അതായത് കല്ല് കൊത്തിയത് അല്ലെങ്കിൽ വരച്ചത്, ആ രൂപത്തിലുള്ളതിനാണ് സ്വനം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ആ രൂപത്തിലുള്ള ആരാധ്യന്മാരായിരുന്നു ഉണ്ടായത്. ഓരോരുത്തർക്കും നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, കൊത്തിയ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹങ്ങളെ അതിൻ്റെ ആളുകളിൽ നിന്ന് നിർമ്മിപ്പിക്കുമായിരുന്നു, ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമായിരുന്നു. അവർ പറഞ്ഞു കൊടുക്കും ഡിസൈൻ. അപ്പോൾ ഓരോരുത്തർക്കും താല്പര്യമുള്ള രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവർ വാങ്ങും. അങ്ങനെ ആരാധിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലഘട്ടം ആകുമ്പോഴേക്കും അല്ലാഹുവിൻ്റെ റസൂലിന്റെ ദുആ പറഞ്ഞത് വസനൻ യുഅബദ്. വസൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു മാ ലാ സൂറത ലഹു, അതെന്നുണ്ടാവില്ല, രൂപം ഉണ്ടാവില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അൽ വസൻ അഅമ്മു മിനസ് സ്വനം, അതായത് വസൻ എന്നുള്ളത് സ്വനമിനേക്കാൾ വിശാലമാണ്, എല്ലാം അടങ്ങിയതാണ്. വസൻ എന്ന് പറയുന്നത് രൂപമുള്ളതും രൂപമില്ലാത്തതിനൊക്കെ വസൻ എന്ന് പറയും. പ്രതീകം, ജാറം പോലെ മനുഷ്യന്റെ രൂപമുണ്ടോ, ഷെയ്ഖിന്റെ രൂപമുണ്ടോ, പക്ഷെ ഒരു പ്രതീകാത്മകം വസൻ. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ. അല്ലാഹുവേ നീ എൻ്റെ ഖബറിനെ വസനാക്കല്ലേ, വസനാക്കല്ലേ അല്ലാഹ്. ഇന്നാരും രൂപങ്ങൾ ഉണ്ടാക്കുന്നില്ല. മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലെങ്കിൽ ഇവരായിട്ട് ജൽപ്പിക്കുന്ന ഔലിയാക്കൾ അല്ലെങ്കിൽ ഇവരായിട്ട് പറയുന്ന ആളുകളുടെ ഒന്നും രൂപം നിർമ്മിച്ചുകൊണ്ടുള്ള ആരാധനാ രീതി ഇന്നില്ല. അതിൻ്റെ പ്രതീകമാണ് ജാറം, അതിൻ്റെ പ്രതീകമാണ് ഖബർ. ചിലപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് ചിലപ്പോൾ ഒരു ബിൽഡിങ്, അതിൻ്റെ പ്രതീകമായിട്ട് ഒരു പാറക്കല്ല്, അതിൻ്റെ പ്രതീകമായിട്ടൊരു മരം, അല്ലേ, ഒരു ഷെയ്ഖ് വന്നിരുന്ന ഒരു തണൽ മരം, അതിനെ ആരാധിക്കുന്ന രീതി. ഷെയ്ഖ് വന്നിരുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തെ ആരാധിക്കുന്ന രീതി. ഷെയ്ഖ് വന്നിരുന്ന ഒരു പാറക്കല്ല്, ആ പാറക്കല്ലിനെ ആരാധിക്കുന്ന രീതി. ഷെയ്ഖ് ഉപയോഗിച്ചൊരു വസ്ത്രം, ആ വസ്ത്രത്തെ ആരാധിക്കുന്ന രീതി. വസൻ, ഇതൊക്കെ വസന. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ വസനാക്കല്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും അസ്നാമുകളെ ആരാധിക്കുന്നതിൽ നിന്നും രക്ഷിക്കണേ അല്ലാ. നമുക്ക് രണ്ടും നമുക്ക് ആവശ്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വസന് എന്നുള്ളത് സ്വനമുകളെയും ഉൾപ്പെടുന്നതാണ്, വിശാലമാണ്, എല്ലാം പെട്ടു. സൂറത്ത് ചിത്രമുള്ളതും ചിത്രം ഇല്ലാത്തതൊക്കെ പെട്ടുന്നത് വസൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ ശിർക്ക് ചെയ്യുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നിൽ ശിർക്ക് വരുന്നത്, ഞാൻ അറിയാതെ എന്നിൽ ശിർക്ക് വരുന്നത് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്.
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കളുടെ വിഷയത്തിലും ചോദിച്ചു, അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും അള്ളാഹുവേ നീ അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും നീ വിദൂരമാക്കണേ അല്ലാ. ജുനുബിനി എന്ന് പറഞ്ഞാൽ നീ വിദൂരത്താക്കണേ അല്ലാ, വിദൂരത്താക്കണേ അല്ലാ, അടുപ്പിക്കല്ലേ അങ്ങോട്ടല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ ഒരാളും തന്നെ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല, മുവഹ്ഹിദീങ്ങളായിരുന്നു എന്നർത്ഥം. ഇബ്രാഹിം നബിയുടെ മക്കൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലശേഷം ആ പാരമ്പര്യം മുവഹ്ഹിദീങ്ങളുടെ പാരമ്പര്യമാണ്. മക്കയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, തൗഹീദിന്റെ പ്രബോധനം നടത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വന്ന് ജീവിച്ചു തുടങ്ങി. മക്കക്കാർക്ക് തൗഹീദ് അല്ലാതെ വേറൊന്നും അറിയില്ല, അവർക്ക് അള്ളാഹുവിനല്ലാതെ വേറൊന്നും അറിയില്ല, അള്ളാഹുവിനെ മാത്രം. ചരിത്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും മക്കക്കാരുടെ അവസ്ഥ. മക്കക്കാരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന ഷിർക്കിന്റെയും കുഫ്രിന്റെയും അവസ്ഥ എപ്പോഴുണ്ടായി. നമ്മളതൊക്കെ പഠിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കണം. ആ ചിത്രം നമ്മുടെ മുമ്പിൽ വേണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വന്ന്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ മുവഹ്ഹിദീങ്ങളാണ്, ആ പാരമ്പര്യം ഇങ്ങോട്ട് മുവഹ്ഹിദീങ്ങളാണ്. ആദ്യമായിട്ട് മക്കയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആ തൗഹീദിനെ തെറ്റിച്ചുകൊണ്ട് ഒരു വിഗ്രഹത്തെ കൊണ്ടുവന്ന് ആരാധന തുടങ്ങിയത് അംബർ ബിൻ ലുഹയ്യ. ഷാമിലേക്ക് പോയി. മൂപ്പര് അന്ന് മക്കന്റെ സയ്യിദാണ്. കഅബന്റെ താക്കോല് മൂപ്പരെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ ഏകദേശം 500 വർഷം മുമ്പ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ ഏകദേശം 500 വർഷം മുമ്പ് മക്കക്കാർക്ക് ആർക്കും തൗഹീദ് അല്ലാതെ അറിയില്ല. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് മക്കയെ ജീവിപ്പിക്കുന്നത്. ആദ്യമായിട്ട് മക്കയിൽ വന്നിട്ട് മക്കളെയും കൊണ്ട് ജീവിച്ചു തുടങ്ങിയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുകൊണ്ട് മക്കക്കാർക്ക് തൗഹീദ് അല്ലാതെ വേറൊന്നും അറിയില്ല, അവർക്ക് ആരും പരിചയമില്ല. അങ്ങനെയാണ് അംബർ ബിൻ ലുഹയ്യ മറ്റെന്തോ ആവശ്യാർത്ഥം ഷാമിലേക്ക് യാത്ര ചെയ്യുന്നത്. ഷാമിലേക്ക് പോയ അംബർ ബിൻ ലുഹയ്യ അവിടെയുള്ള ആളുകളെ കാണുകയാണ്. അവരോരോ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആവശ്യങ്ങൾ പറയുന്നു, ചോദിക്കുന്നു, വിഗ്രഹങ്ങളെ പൂജിക്കുന്നു. ഇത് കണ്ട അംബർ ബിൻ ലുഹയ്യ അവരോട് ചോദിക്കാണ്, മാദാ തഫ്അലൂൻ, നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല, പരിചയമില്ല, മക്കൾക്ക് പരിചയമില്ല ഇങ്ങനത്തെ സംഗതി. ആ സമയത്ത് അവര് പറഞ്ഞു, ഇവര് വഴിയാണ് നമുക്ക് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ചരിത്രമാണ്, സഹീഹായ ചരിത്രമാണ്. നമ്മളിന്ന് വർത്തമാനകാലത്ത് നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷിർക്കിന്റെയും കുഫ്രിന്റെയും ആളുകളുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കണം മക്കയുടെ ചരിത്രം. അംബർ ബിൻ ലുഹയ്യ അവരോട് ചോദിച്ച അവർ പറഞ്ഞത്, ഇവര് വഴിയാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നത്, നമുക്ക് മഴ ലഭിക്കുന്നത്, നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. ഇവര് വഴിയാണ് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ അപേക്ഷിക്കുന്നത്. അംബർ ബിൻ ലുഹയ്യിന് ഇത് നന്നായി തോന്നി, അല്ലേ? ഇൽമില്ലാത്തവർക്ക് ചിലത് നന്നായി തോന്നും, അറിവില്ലാത്തവർക്ക് ചില ഇത് കൊള്ളാലോ തോന്നും. ഇപ്പോഴും അങ്ങനല്ലേ? അധിക വിദഅത്തുകൾ തുടങ്ങുന്നത് എന്താണ്? തുടങ്ങിയത് ഷിർക്ക് തുടങ്ങിയ കുഫ്ർ തുടങ്ങിയൊക്കെ ഇത് കുഴപ്പമില്ല. അതിൻ്റെ ഹഖീഖത്ത് അറിയാത്ത, അതിനെക്കുറിച്ച് ഇൽമില്ലാത്ത, അതിനെക്കുറിച്ച് അതിൻ്റെ വസ്തുതാപരമായിട്ട് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് തോന്നും. ശൈത്താൻ നന്നായി തോന്നിപ്പിക്കും. അല്ല, ചില കാര്യങ്ങൾ അങ്ങനെ ശൈത്താൻ നന്നായി തോന്നിപ്പിക്കും. അതല്ലേ ചില അത് ദിക്റും ഖുർആനത്തും ഒക്കെ തന്നെയല്ലേ, അപ്പൊ കുഴപ്പമില്ല, അതല്ലേ തന്നെ. അത് നിസ്കാരല്ലേ, നിസ്കാരത്തിന് എന്താ കുഴപ്പം? നിസ്കരിച്ചോട്ടെ, എന്താ കുഴപ്പം? ദിക്റല്ലിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ലേ? എവിടെയാണ് കുഴപ്പം എന്നിവർക്ക് തിരിഞ്ഞിട്ടില്ല. സ്വലാത്തല്ലേ, അത് ചൊല്ലിക്കോട്ടെ, അത് എങ്ങനെ ചൊല്ലുന്നു നോക്കണ്ട, അത് എപ്പം നോക്കണ്ട, അത് എത്ര എണ്ണം നോക്കണ്ട, അത് എങ്ങനെയാണ് ചൊല്ലട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കട്ടെ, നിസ്കാരം എങ്ങനെയാണ് നടക്കട്ടെ. ഇല്ല, നിസ്കാരം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് പോലെ ആവണം, അതിൻ്റെ സമയത്താവണം. അല്ലാഹു റസൂല് പഠിപ്പിച്ച ഫള് എന്താണോ ആ ഫള് ഉൾക്കൊണ്ടാവണം. അല്ലാണ്ട് സെപ്പറേറ്റ് അതിന്റെ ഫളാല് പറയാൻ പാടില്ല. ഇന്ന സമയത്ത് ഇന്ന നിസ്കാരം നിസ്കരിച്ചാൽ ഇന്ന കൂലി, വെറുതെ പറയാ. ഇന്ന സമയത്ത് ഇന്ന ദിക്ർ ഇത്ര പ്രാവശ്യം തെക്കോട്ട് തിരിഞ്ഞിട്ട് ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ ഇത്ര പ്രതിഫലം, വെറുതെ പറയാ. ഇല്ല, എന്നാലെന്താ ദിക്റല്ലേപ്പാ, ചൊല്ലട്ടെ. പറ്റൂല, ഇത് ദീനാണ്, അല്ലെ? ചിലർക്ക് നന്നായി തോന്നി, ചില കാര്യങ്ങൾ നന്നായി തോന്നി.
ജാറത്തിലും ഷിർക്കിലും ഒക്കെ മുഴുകുന്ന ആളുകളും 5 വക്ത് പള്ളിയിൽ വരുമ്പോൾ അവനെ കുറ്റൊന്നും പറയണ്ട, അവൻ 5 വക്ത് പള്ളിയിൽ നിസ്കരിക്കുന്നവനല്ലേ, എന്തിനാ പറയാ അങ്ങനെ. അപ്പുറം ജാറത്തിൽ പോയി ഷിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുഫ്ർ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഓനൊന്നും പറയണ്ട കേട്ടോ, ഓന് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അവരെ നന്നാക്കാൻ ചില കാര്യങ്ങൾ ഇവർക്ക് തോന്നുക ഇല്ല. ദീനിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് എന്താണോ അത് മാത്രമാണ് നല്ലത്, അതിനപ്പുറത്തേക്ക് വേറെ നല്ലതില്ല. അത് നമുക്ക് തോന്നിയാലും ശരി. പണ്ഡിതന്മാർക്ക് പറഞ്ഞു വെച്ചതാണത്. അത് ജനങ്ങൾ മുഴുവനും നല്ലതാണെന്ന് പറഞ്ഞാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കാത്തതൊന്നും നല്ലതല്ല. അംർ ഇബ്നുൽ ലുഹയ്യിന് അത് നന്നായി തോന്നി. മൂപ്പര് പറഞ്ഞു, എന്ന് എനിക്കും വേണമെന്ന്. മക്കയിൽ നിന്ന് പോയതാ, എന്ന് എനിക്ക് ഇതേപോലത്തെ സംഗതി വേണം. സംഭവം അടിപൊളിയാണ്. മൂപ്പര് ഷാമിൽ നിന്നും ഒരു വിഗ്രഹവുമായിട്ടാണ് മക്കയിലേക്ക് തിരിച്ചു വന്നത്. ആ വിഗ്രഹത്തിന്റെ പേരാണ് ഹുബൽ. മക്കയിലെത്തിയ ആദ്യത്തെ വിഗ്രഹം, മക്കക്കാര് പരിചയപ്പെട്ട ആദ്യത്തെ വിഗ്രഹമാണ് ഹുബൽ. ഈ ഹുബലിനെ കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ചു അംർ ഇബ്നുൽ ലുഹയ്യ്. കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഇനി നിങ്ങൾ ഇതിനെയും കൂടി പൂജിക്കണം. കാരണം സയ്യിദാണ്. എത്രത്തോളം അംർ ഇബ്നുൽ ലുഹയ്യിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്, ആൾക്കാർക്ക് സ്വീകാര്യനാണ്, മക്കക്കാർക്ക് വേണ്ടപ്പെട്ട ആളാണ്. ആ രൂപത്തിൽ മക്കക്കാർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ നാട്ടുകാർ റെഡിയാണ്. അങ്ങനെയുള്ള അംർ ഇബ്നുൽ ലുഹയ്യാണ് ആദ്യമായിട്ട് ഹുബൽ എന്ന വിഗ്രഹത്തെ കഅബാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ അംർ ഇബ്നുൽ ലുഹയ്യിനെ കണ്ടു. നരകത്തിൽ അവൻ കുടൽമാലകൾ വലിച്ചിഴച്ച് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദിനെ, മില്ലത്തിനെ, ദീനിനെ ആദ്യമായിട്ട് മാറ്റിമറിച്ചവൻ അവനാണ്. അതിനെന്താ മനസ്സിലായത്? അതിൻ്റെ മുമ്പ് മക്കയിൽ ഒരു വിഗ്രഹാരാധനയില്ല. മുവഹ്ഹിദീങ്ങളാണ് അവരെല്ലാം. ആദ്യമായിട്ട് അംർ ഇബ്നുൽ ലുഹയ്യ് കൊണ്ടുവന്ന വിഗ്രഹത്തിൽ നിന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം ആകുമ്പോഴേക്ക് കഅബാലയത്തിന്റെ ഉള്ളിൽ 300 ചില്ലാ വിഗ്രഹങ്ങൾ. അതിന് പുറമെ ഓരോ ഗോത്രക്കാർക്കും ഓരോ വിഗ്രഹം. അല്ലെ, തുടങ്ങിയാ പിന്നെ രസാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടില് ജാറങ്ങൾ തുടങ്ങിയപ്പോ പിന്നെ രസായി. ഓനപ്പുറം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പുറം തുടങ്ങാം. ഇപ്പുറം തുടങ്ങാൻ ആരും ഇല്ലല്ലോ. മറ്റേ ഷെയ്ഖ് എപ്പോഴും ഇവിടെ വന്നിരുന്നിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. രസായി. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവും. മൂപ്പര് ഏകദേശം ഇവിടെയൊക്കെയല്ലേ ജീവിച്ചത്, അപ്പൊ ഇരുന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ അവിടെ ഒരു ജാറ്. തമാശാക്കരുത് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമാണ്. കണ്ണൂരുള്ളൊരു ജാറത്ത് ചരിത്രം എഴുതിയവര്, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. എത്രത്തോളം അവർ പറഞ്ഞു, സഹാബാക്കളുടെ കാലഘട്ടവുമായിട്ട് ഈ ജാറത്തിന് ബന്ധമുണ്ട്. ഇപ്പൊ ഏതോ ഒരു സഹാബിയാണ്. ആളുകൾ ചോദിച്ചു, ഇത് ആരാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? അപ്പൊ എന്താ തെളിവ്? അവർ തെളിവ് പറഞ്ഞത്, ഇവിടെ ഒരു പലകയുണ്ട്, ഒരു എഴുത്തു പലകയുണ്ട്. അതിൽ അറബിയിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന് പുള്ളിയും കുത്തും ഹർക്കത്തുകളൊന്നുമില്ല. അപ്പൊ മനസ്സിലാകുന്നത് സഹാബാക്കളുടെ കാലഘട്ടമാണ്, പുള്ളിയൊന്നുമില്ലാതെ. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് അങ്ങോട്ടാണ് ഖുർആന്റെ അറബി എഴുത്തിനും ഖുർആനിലൊക്കെ എന്ത് വന്നത്? പുള്ളിയും ഹർക്കത്തൊക്കെ വന്നത്. അതിൻ്റെ ഒന്നുമില്ല, അതിൻ്റെ ഓരോന്നും എഴുതാം. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് സഹാബിയാണ് ഇവിടെ കിടക്കുന്നത്. ആർക്കാ പണി പറയാൻ, ഉണ്ടാക്കാൻ? അവർക്ക് രസമായിട്ട് തോന്നി. മക്കത്തെ മുശ്രിക്കീങ്ങൾ ഹുബലിൽ നിന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ പടർന്ന് പന്തലിച്ച് ഓരോ ഗോത്രക്കാർക്ക്, ഓരോ വീട്ടുകാർക്ക്, ഓരോ നാട്ടുകാർക്ക് പ്രത്യേകം 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 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ. ഇന്ന ആവശ്യത്തിന് ഇന്ന ആള്, ഇന്ന ആവശ്യത്തിന് ഇന്ന വിഗ്രഹം മക്കക്കാർക്കുള്ളതാണ്. ഇന്ന പ്രയാസം ഉണ്ടെങ്കിൽ ഇന്നാളെടുത്ത് ലാത്തയും ഉസ്സയും മനാത്തയും അതിൽ പ്രധാനികളാണ്. എത്രത്തോളം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും വരെ. അതുകൊണ്ടല്ലേ മക്കക്കാർക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മക്കക്കാര് പറഞ്ഞത്, ഖുർആൻ പറഞ്ഞു, മക്കക്കാര് വാദിക്കും ഇബ്രാഹിം നമ്മളെ ആളാണ്,
മക്കയിലുള്ള ക്രിസ്ത്യാനികൾ വാദിക്കും ഇബ്രാഹിം നമ്മളെ ആളാണ്. ജൂതന്മാർ പറയും അല്ല, ഇബ്രാഹിം നമ്മളെ ആളാണ്. എല്ലാവർക്കും ഇബ്രാഹിമിന് വേണം. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ഹെഡാണ്. ഇബ്രാഹിമിനെ പിന്നെ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ഒരു മക്ക ചരിത്രമില്ല. എല്ലാവരും പറയും മാക്കാൻ, അള്ളാഹു തിരുത്തി, മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ, ഇബ്രാഹിം യഹൂദിയല്ല. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ, ഇബ്രാഹിം നസ്രാനിയല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ഇബ്രാഹിം ഒരു മുസ്ലിമായിരുന്നു. അമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം ഒരു മുശ്രിക്കും അല്ല. അല്ലാഹു അവിടെ ഇബ്രാഹിം നബിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. ആരാണ് ഇബ്രാഹിം? നിങ്ങളിങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ ഇബ്രാഹിം ആരാണെന്ന്. ഇബ്രാഹിം പക്ക മുസ്ലിമാണ്. ഇബ്രാഹിം മുശ്രിക്കും അല്ല, ഇബ്രാഹിം നസ്രാനിയല്ല, ജൂതനുമല്ല. ഒക്കെ വാദിച്ചതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ പരമ്പരയിൽ ആദ്യമായിട്ട് തൗഹീദിനെതിരായിട്ട് ഒരു വിഗ്രഹത്തെ കൊണ്ടെന്ന് മക്കയിൽ സ്ഥാപിച്ച് ഷിർക്കിന് തുടക്കം കുറിച്ചു. മക്കയിൽ വിഗ്രഹത്തിന് തുടക്കം കുറിച്ചത് അംർ ഇബ്നു ലുഹയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ആദ്യമായിട്ട് ഇബ്രാഹിം നബിയുടെ ദീനിനെ മാറ്റിമറിച്ചത് അത് അംർ ഇബ്നു ലുഹയ്യാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് ഇബ്രാഹിം നബിയുടെ മക്കളിൽ ആരും എന്ത് ചെയ്തിട്ടില്ല? ഷിർക്ക് ചെയ്തിട്ടില്ല. പിന്നീട് പിൽക്കാലത്താണ് ഇതൊക്കെ വന്ന് സംഭവിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നാം ചോദിക്കേണ്ടത് ദുആ അതാണ്. അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ മുവഹ്ഹിദീങ്ങളാക്കണേ. ഇതേ ദുആ ചെയ്യുക. റബ്ബി ജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. റബ്ബി, ഇബ്രാഹിം നബിയുടെ തുടക്കമാണ്. റബ്ബി ജുനുബിനി, റബ്ബി ജുനുബിനി, അള്ളാഹുവേ നീ രക്ഷിക്കണേ. രണ്ടാമത്തെ ദുആ ഇബ്രാഹിം നബിയുടെ, അതുകൊണ്ട് നമുക്ക് പറയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ദുആ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി. നമ്മൾ പഠിക്കണം, നമ്മൾ ചൊല്ലണം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി. അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ നിസ്കാരക്കാരാക്കണേ അല്ലാഹ്. പ്രധാനപ്പെട്ട ദുആ. അസ്ലുകളാണ് ഇവർ ചോദിക്കുന്നത്. പ്രവാചകന്മാർ ചോദിക്കുന്നത് അടിസ്ഥാന കാര്യങ്ങളാണ്. തൗഹീദിനെ ചോദിച്ചു, അടുത്ത ചോദിച്ചത് അല്ലാഹു നിസ്കാരം നിലനിർത്തുക. കാരണം ഈ പറഞ്ഞ നിസ്കാരം അതാണ് തൗഹീദിനെ ബലപ്പെടുത്തുക. ഈ പറയുന്ന നിസ്കാരം അതാണ് തെറ്റുകളിൽ നിന്ന്, അല്ലേ, കുറേ തെളിവാണ്. തെറ്റുകളിൽ നിന്നും മറ്റിതര തിന്മകളിൽ നിന്നും നമ്മൾ തടയുക. അല്ലാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മോശത്തരത്തിൽ നിന്നും നിങ്ങളെ തടയും. മോശത്തരത്തിൽ നിന്ന് നിങ്ങളെ തടയും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അല്ലാഹു തുൽസീന പർവ്വതത്തിൽ നുബുവത്ത് കൊടുക്കുന്ന സമയത്തും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, മൂസ നീ വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ സ്മരണ നിലനിർത്താൻ നീ നിസ്കാരം മുറ പോലെ നിസ്കരിക്കണം, നിർവഹിക്കണം. അപ്പോൾ ഒരാൾ നിസ്കാരക്കാരാണ്, 5 വക്ത് കറക്റ്റ് പള്ളിയിൽ പോയി ശ്രദ്ധയോടെ നിസ്കാരത്തെ കൈകാര്യം ചെയ്യുന്നവനാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറെക്കുറെയല്ല പൂർണ്ണമായിട്ടും അവൻ ഓക്കെയാണെന്ന് പറയാം. 5 വക്ത് നിസ്കാരം മുറ പോലെ, അശ്രദ്ധയില്ലാതെ, അലസതയില്ലാതെ. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ റബ്ബി ജഅൽനി മുഖീമസ്സലാ എന്ന് പറഞ്ഞാൽ ഖുശൂഅോടുകൂടി, അതിൻ്റെ പൂർണ്ണതയോടുകൂടി, അതിൻ്റെ അർക്കാനുകളെ പാലിച്ച്, അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി നിസ്കാരം നിർവഹിക്കുന്നവരാക്കണേ അല്ലാഹ് എൻ്റെ മക്കളെ. അതാണ് ആ ദുആയുടെ വിശദീകരണം. വെറുതെ നിസ്കരിക്കുകയല്ല, എന്താണോ നിസ്കാരം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ നിസ്കരിക്കുന്ന നമസ്കാരക്കാരാക്കണേ അല്ലാഹ്. ഭക്തിയുള്ള നിസ്കാരക്കാർ, ശ്രദ്ധയുള്ള അലസതയില്ലാത്ത നിസ്കാരക്കാർ, എന്നെയും എൻ്റെ മക്കളെയും നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇതൊക്കെ അടിസ്ഥാന ദുആക്കളാണ്. നമ്മൾ വെറുതെ എന്തൊക്കെയോ ചോദിക്കുന്നതിന് പകരം, ദുആ ചെയ്യുന്നതിന് പകരം ഇതേപോലെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അതാണ് നമ്മുടെ ഈ വിഷയം നമ്മൾ പറഞ്ഞ് തുടരുന്നത്. പ്രവാചകന്മാരുടെ ദുആ, കാരണം പ്രാധാന്യമുണ്ട്. അവരുടെ വാക്കുകളിൽ വലിയ വിശാലതയുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ 2 ദുആക്കൾ നമ്മൾ പറഞ്ഞു. ഒന്ന് റബ്ബി ജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. നമ്മുടെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ മറ്റൊക്കെ ഈ ദുആ നമ്മൾ ചെയ്യണം. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചെയ്ത ദുആ ഖുർആനിൽ അള്ളാഹു ലോകത്തെ പഠിപ്പിച്ചു. ഇബ്രാഹിം ഇങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ട്. നമ്മളും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഇത് ചെയ്യണം.
രണ്ടാമത്തത് മുഖീമസ്വലാ, നിസ്കാരക്കാരാക്കണേ അല്ലാഹ്. അപ്പം 5 വഖ്ത് നിസ്കാരം അത് കറക്റ്റ് ആവാൻ നമ്മളെ ജീവിതത്തിലും അതേപോലെ നമ്മുടെ മക്കളുടെ വിഷയത്തിലും അല്ലാഹുവെ കറക്റ്റ് നിസ്കാരക്കാരാക്കി നമ്മളെ മാറ്റണേ അല്ലാഹ്. അല്ലേ? നമുക്ക് നിസ്കാരത്തെക്കുറിച്ച് വിശാലമായിട്ട് പഠിക്കാനും പറയാനുണ്ട്. നിസ്കാരം അസ്ലാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ആദ്യം ഒരു അടിമയോട് ചോദിക്കല് നിസ്കാരത്തെക്കുറിച്ചാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ആദ്യം എന്തൊക്കെ ചോദിക്കാനുണ്ട്, എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ കുഴപ്പങ്ങൾ, അടിമ മുമ്പിൽ വന്നാൽ അല്ലാഹു ആദ്യം അവനോട് ചോദിക്കുക അൻ സ്വലാത്തിഹി, അവൻ്റെ നിസ്കാരത്തെക്കുറിച്ച്. നമ്മൾ 5 വഖ്ത് ഇങ്ങനെ 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 ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇങ്ങനെ സംഭവിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ നിസ്കാരം, അല്ലേ? അല്ലാതെ എന്താണോ അതിൻ്റെ റൂഹ്, ആ നിസ്കാരത്തിൻ്റെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നിസ്കാരം എന്താണോ അതെല്ലാം സത്യത്തിൽ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നത്. അത് സംഭവിക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, ആരുടെയെങ്കിലും നമസ്കാരം അത് ശരിയാണ് എങ്കിൽ, അല്ലാഹു ഹിസാബ് നടത്തുമ്പോൾ ആരുടെയെങ്കിലും നമസ്കാരം അത് ഓക്കെയാണ് എങ്കിൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. അൻജഹ വ അഫ്ലഹ, ഞങ്ങൾ പറഞ്ഞു ഓൻ ജയിച്ചു, ഓൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഓൻ കഴിച്ചിലായി, അവൻ്റെ കാര്യം ഓക്കെയാണ്. നിസ്കാരം ഒന്നാമത്തെ കാര്യമാണ്. ഒന്ന് ചോദിക്കും ഒന്നാമത്. ബാക്കി എന്തൊക്കെ കുറ്റങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ഇബാദത്തുകളും ബാക്കിയൊക്കെ കിടക്കാണ്, ഒരുപാട് കിടക്കാണ്. ഫസ്റ്റ് ചോദിക്കലോ നിസ്കാരം വിശ്വസിക്കുക. എങ്ങനെ നിസ്കരിച്ച് 5 വഖ്ത് ആ നിസ്കാരം കറക്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വേറെ എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ? 5 വഖ്ത് നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിട്ട് നിസ്കരിച്ചവനാണെങ്കിൽ അല്ലാഹു റസൂലിന്റെ വാക്കാണ് ഖദ് അഫ്ലഹ വ അൻജഹ, ഓൻ ജയിച്ചു, ഓൻ പാസ്സായി. ഇനി ആരുടെയെങ്കിലും നിസ്കാരം പരിശോധിച്ചതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഖദ് ഖാബ വ ഖസിർ, അവൻ പരാജയപ്പെട്ടു, ഓൻക്ക് നഷ്ടപ്പെട്ടു, അവൻ തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. വഖാബ വ ഖസിർ, നഷ്ടവാളിയാണ് അവൻ. ഞാൻ വേറെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. ആദ്യത്തെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. അത് ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെയാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ദുആ അതായിട്ട് കണക്കൂട്ടി നമ്മൾ. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ച ദുആ ആയിട്ട് കണക്ട് ചെയ്തേ. ഇബ്രാഹിം നബി വെറുതെ ആണോ ചോദിച്ച നിസ്കാരത്തെ അല്ലാഹു നിസ്കാരക്കാരാക്കണേ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുആവും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ര പ്രധാനമുള്ളതാണ് നമസ്കാരം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദുആ നമ്മൾ പഠിക്കണം. സൂറത്തുൽ ഇബ്രാഹീമിലാണ് ഈ ദുആക്കൾ ഉള്ളത്. സൂറത്തു ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ തന്നെ പേരിലുള്ള സൂറത്താണ് സൂറത്ത് ഇബ്രാഹീം. അതിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആയത്ത് നമ്പർ എത്ര എന്നുള്ളത് പറയാം. അപ്പോൾ ആ ദുആ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ഇതേപോലെയുള്ള ദുആക്കൾ നമ്മൾ ചെയ്യുക. ഇതേ അർത്ഥങ്ങൾ ചിന്തിച്ച് വിശാലമായ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിലേക്ക് വരണം, നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. എന്നിട്ട് നമ്മൾ ഇത് ദുആ ചെയ്യണം. ഇബ്രാഹിം നബിയുടെ ഒരുപാട് ദുആക്കൾ ഇനിയും ബാക്കി കിടക്കാണ്. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് ഓരോന്ന് ചർച്ച ചെയ്യണം, ഓരോ ദുആക്കൾ നമുക്ക് പഠിക്കണം, എന്നിട്ടത് അല്ലാഹുവിനോട് ചോദിക്കണം. പ്രവാചകന്മാർ ചെയ്ത ദുആക്കൾ, ഇബ്രാഹിം നബിയുടെ ദുആക്കൾ ഇനി മറ്റു സൂറത്തുകളായിട്ട് ഒരുപാട് ദുആക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ക്രോഡീകരിച്ച് നമ്മൾ പഠിക്കും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാനും അത് ചൊല്ലിപ്പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പ് വൈസ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ആളുകൾക്ക് എന്ത് ചെയ്യുക, ആ പഠിച്ച ദുആക്കൾ ഇടുക. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി തിരുത്തേണ്ടത് തിരുത്തും, എന്തെങ്കിലും വിശദീകരിക്കേണ്ടതിൽ വിശദീകരിച്ച് ആ രൂപത്തിലൊരു പഠിച്ചുകൊണ്ടുള്ളൊരു പോക്ക്. വെറുതെ നമ്മൾ ക്ലാസ് എടുത്ത് കേട്ട് പോകുന്നതിന് പകരം അത് പഠിക്കുക, അത് ചൊല്ലിക്കൊടുക്കുക, അത് തലഫുളിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക, അത് കറക്റ്റ് ചെയ്യുക, അല്ലേ? അപ്പോഴാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുക. ദുആ ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ദുആക്കൾ കറക്റ്റ് ചെയ്ത് ദുആ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിൽ ഉറച്ചു നിൽക്കാനും തൗഹീദിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അല്ലാഹു ഓരോന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, ഇതിനുവേണ്ടി നമുക്ക് അവസരങ്ങൾ തന്ന ആളുകൾ അല്ലാഹു അവരെ കബൂൽ ചെയ്യട്ടെ. മദീനയിൽ നിന്നുള്ള ഈ ഒരു സംസാരം കേൾക്കുന്ന കേൾവി അല്ലാഹു ഉമ്മത്തിന് തൗഹീദിന് കാരണക്കാരായി അല്ലാഹു നമ്മളെ മാറ്റട്ടെ. ഉമ്മത്തിന് ദീനിനെ അറിയാനും ദീനിനെ മനസ്സിലാക്കാനും ദീനിനെ പഠിക്കാനുമുള്ള ഒരു കേന്ദ്രമായി, ഒരു തുടക്കമായി, ഒരു അവസരമായി അല്ലാഹു ഈ ഒരു സംവിധാനത്തെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ.
أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.